ഹലോ നമസ്കാരം. 2024 കേരളത്തിൽ നടന്ന MP ഇലക്ഷനിൽ LDF, UDF മറ്റും BJPക്ക് എത്ര വോട്ട് കിട്ടിയെന്നും ആരൊക്കെ ജയിച്ചുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നോക്കുന്നത് കാസർഗോഡാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ UDF സ്ഥാനാർത്ഥി 4,90,659 വോട്ടിന് ജയിച്ചിരിക്കുന്നു. അതുപോലെ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 3,90,10 വോട്ടും. BJPക്ക് ലഭിച്ചിരിക്കുന്നത് 2,19,558 വോട്ടുമാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കുന്നത് കണ്ണൂരാണ്. K. സുധാകരൻ UDF സ്ഥാനാർത്ഥി 5,18,524 വോട്ട് വിജയിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത് 4,09,542. BJP കിട്ടിയിരിക്കുന്നത് 1,19,876 വോട്ട്. അടുത്തത് വടകര ഷാഫി പറമ്പിലാണ്. UDF സ്ഥാനാർത്ഥി 5,52,496 വോട്ട് വിജയിച്ചിരിക്കുന്നു. LDFന് കിട്ടിയിരിക്കുന്നത് 4,37,331 വോട്ടും. BJPക്ക് 1,10,701 വോട്ടുമാണ് കിട്ടിയിരിക്കുന്നത്. കോഴിക്കോട് നോക്കുകയാണെങ്കിൽ MK രാഘവൻ UDF സ്ഥാനാർത്ഥി 5,20,421 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. LDFന് കിട്ടിയിരിക്കുന്നത് 3,74,245 വോട്ടും. BJPക്ക് 1,80,666 വോട്ടും ലഭിച്ചിരിക്കുന്നു. ഇത് നോക്കുന്നത് വയനാട് രാഹുൽ ഗാന്ധിയാണ്. UDF സ്ഥാനാർത്ഥി 6,47,445 വോട്ട് ലഭിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി 2,83,023 വോട്ടും. BJPക്ക് 1,41,045 വോട്ട് ലഭിച്ചിരിക്കുന്നു. മലപ്പുറം ET മുഹമ്മദ് ബഷീർ UDF സ്ഥാനാർത്ഥി 6,44,006 വോട്ട് ലഭിച്ച് വിജയിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിക്ക് 3,43,888 വോട്ടും. BJPക്ക് 85,361 വോട്ടും ലഭിച്ചിരിക്കുന്നു. അടുത്തത് പൊന്നാനിയാണ്. അബ്ദുൾ സമദ് സമദാനി UDF സ്ഥാനാർത്ഥി 5,62,516 വോട്ട് ലഭിച്ച് വിജയിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി 3,26,756 വോട്ടും. BJPക്ക് 1,24,798 വോട്ടും കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത് നോക്കുന്നത് പാലക്കാട് VK ശ്രീകണ്ഠൻ UDF സ്ഥാനാർത്ഥി 4,18,072 വോട്ട് ലഭിച്ച് വിജയിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥി 3,42,798 വോട്ടും. BJPക്ക് 2,49,568 വോട്ടും ലഭിച്ചിരിക്കുന്നു. അടുത്ത് നോക്കുന്നത് ആലത്തൂർ. K. രാധാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥി 4,03,447 വോട്ട് ലഭിച്ച് വിജയിച്ചിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി 3,83,336 വോട്ടും. BJPക്ക് 1,88,230 വോട്ടും ലഭിച്ചിരിക്കുന്നു. ചാലക്കുടി ബെന്നി ബെഹനാൻ UDF സ്ഥാനാർത്ഥി 3,94,171 വോട്ട് ലഭിച്ച് വിജയിച്ചിരിക്കുന്നു. അതുപോലെ LDFന് കിട്ടിയിരിക്കുന്നത് 3,30,417 വോട്ടും. BDJSന് കിട്ടിയിരിക്കുന്നത് 1,06,400 വോട്ടും ആണ്. ഇടുക്കി ഡീൻ കുര്യാക്കോസ് UDF സ്ഥാനാർത്ഥി 4,31,373 വോട്ട് ലഭിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിക്ക് 2,98,096 വോട്ടും. BDJSന് 91,229 വോട്ടും ലഭിച്ചിരിക്കുന്നു. പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ ആൻഡോ ആൻ്റണി UDF സ്ഥാനാർത്ഥി 3,67,623 വോട്ട് ലഭിച്ചിരിക്കുന്നു. അതുപോലെ LDFന് കിട്ടിയിരിക്കുന്നത് 3,01,504 വോട്ടും. BJPക്ക് 2,34,406 വോട്ടും ലഭിച്ചിരിക്കുന്നു. നമ്മൾ കോട്ടയം നോക്കുകയാണെങ്കിൽ ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി 3,64,631 വോട്ട് ലഭിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിക്ക് 2,77,365 വോട്ട് ലഭിച്ചിരിക്കുന്നു. BDJSന് 1,65,046 വോട്ട് ലഭിച്ചിരിക്കുന്നു. അടുത്തത് കൊല്ലം NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥി 4,43,628 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. LDFന് കിട്ടിയിരിക്കുന്നത് 2,93,326 വോട്ടും. BJPക്ക് 1,63,210 വോട്ടും ലഭിച്ചിരിക്കുന്നു. അടുത്ത് നോക്കുന്നത് ആലപ്പുഴ KC വേണുഗോപാൽ UDF സ്ഥാനാർത്ഥി 4,04,560 വോട്ട് വിജയിച്ചിരിക്കുന്നു. ആലപ്പുഴയാണ് KC വേണുഗോപാൽ. LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത് 3,41,047 വോട്ടും. BJPക്ക് കിട്ടിയിരിക്കുന്നത് 2,99,648 വോട്ടും ലഭിച്ചിരിക്കുന്നു.
അടുത്തത് ആറ്റിങ്ങൽ അടൂർ പ്രകാശ് UDF സ്ഥാനാർത്ഥി 3,28,051 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. LDFന് കിട്ടിയിരിക്കുന്നത് 3,27,366 വോട്ടും BJP കിട്ടിയിരിക്കുന്നത് 3,11,779 വോട്ടും കിട്ടിയിരിക്കുന്നു. അടുത്തത് എറണാകുളം പോവുകയാണ്. IB ഈഡൻ UDF സ്ഥാനാർത്ഥി 4,82,317 വോട്ട് കിട്ടി വിജയിച്ചിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത് 2,31,932 വോട്ടും BJPക്ക് 1,44,500 വോട്ടും കിട്ടിയിരിക്കുന്നു. അടുത്തത് മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി 3,69,516 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. LDFന് കിട്ടിയിരിക്കുന്നത് 3,58,648 വോട്ടും അതേപോലെ BDJSന് കിട്ടിയിരിക്കുന്നത് 1,32,984 വോട്ടും കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം പോവുകയാണ്. ശശി തരൂർ വിജയിച്ചിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി 3,58,155 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. BJPക്ക് കിട്ടിയിരിക്കുന്നത് 3,42,078 വോട്ടും LDFന് കിട്ടിയിരിക്കുന്നത് 2,47,648 വോട്ടും കിട്ടിയിരിക്കുന്നു. അടുത്തത് തൃശ്ശൂറാണ് പോകുന്നത്. സുരേഷ് ഗോപി മത്സരിച്ച BJP സ്ഥാനാർത്ഥി 4,12,338 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. LDFന് കിട്ടിയത് 3,37,652. UDFന് കിട്ടിയത് 3,28,124 വോട്ടും കിട്ടി. അങ്ങനെ MP ഇലക്ഷൻ കഴിഞ്ഞു. റിസൾട്ടും വന്നു. UDFന് 18, LDFന് 1, BJPക്ക് 1 കിട്ടിയിരിക്കുന്നു. അടുത്തത് എത്രയാണ് പാർലമെൻറ്റ് മെമ്പർമാർക്ക് കിട്ടുന്ന സാലറി, മറ്റ് ആനുകൂല്യങ്ങൾ നോക്കാം. ഉടനെ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഇടുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.